മോനെ അരവിന്ദ്, നീ ഒന്ന് മനസ്സിലാക്കണം. എല്ലാ പെൺകുട്ടികളും അവളെപ്പോലെ ആവണമെന്നില്ല. നിനക്കൊന്ന് പോയി കണ്ടൂടെ? അമ്മാമ്മ പറഞ്ഞ കുട്ടിയെ. നല്ല കൂട്ടരാണ് മോനെ. ഈ അമ്മയ്ക്ക് വേണ്ടി നീ ഒന്ന് പോയി കാണ്. ശകുന്തളാമ്മ നിറഞ്ഞു നിൽക്കുന്ന അവരുടെ മിഴികൾ സാരി തലപ്പ് കൊണ്ട് തുടച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കേൾക്കാൻ പോണില്ല. എനിക്കിനിയും നാണം കെടാനും വിഷമിക്കാനും വയ്യാത്തതുകൊണ്ടാണ് എന്നും പറഞ്ഞ് അരവിന്ദ് അവൻ്റെ ബാഗെടുത്ത് മുൻപോട്ട് നടന്ന് അവൻ്റെ ബൈക്കുമായി പോയി. എന്താ അമ്മ ഏട്ടൻ ഇങ്ങനെ? അത് ചോദിച്ചത് അനിയത്തി അപരയായിരുന്നു. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. ആരായാലും ഒന്ന് പെട്ടാൽ പിന്നെ പേടിക്കും. അതും പറഞ്ഞ് ശകുന്തളാമ്മ വീടിൻ്റെ അകത്തേക്ക് നടന്നു. അരവിന്ദ് സ്കൂൾ മാഷാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ വിവാഹം വർഷ എന്ന പെൺകുട്ടിയുമായി ആർഭാടമായി നടന്നതായിരുന്നു. കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവൾ മറ്റൊരാളുമായി ഒളിച്ചോടിപ്പോയി. അന്നു മുതൽ വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞു നടക്കുകയാണ് അരവിന്ദ്. എത്ര ശ്രമിച്ചിട്ടും അവനെക്കൊണ്ട് മറ്റൊരു വിവാഹം നടത്താൻ അമ്മയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അന്ന് തൊട്ട് അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങൾ അരവിന്ദിനെ വേട്ടയാടുകയാണ്. വീട്ടിലെന്നും വന്നു പോവാനുള്ള ദൂരമുള്ളൂവെങ്കിലും അവൻ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു വാടക വീട്ടിലാണ് താമസം. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ചോദ്യത്തിനും ഉപദേശത്തിനും മറുപടി കൊടുത്ത് മടുത്തതുകൊണ്ടാണ് അവൻ്റെ ഈയൊരു നീക്കം. അങ്ങനെ ഒരു ദിവസം അരവിന്ദ് സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാഘവൻ മാഷ് അവൻ്റെ ഫോണുമായി ഓടി ക്ലാസ് മുറിയിലേക്ക് വരുന്നത്. മാഷേ, വീട്ടിൽ നിന്ന് അനുജത്തിയാണ്. എന്തോ അർജൻറ്റാണെന്ന് തോന്നുന്നു. ഒരുപാട് തവണയായി വിളിക്കുന്നു. നിർത്താതെ ബെല്ലടിച്ചപ്പോഴാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതും പറഞ്ഞ് അയാൾ അരവിന്ദിന് ഫോൺ കൊടുത്തു. അവൻ ഫോൺ വാങ്ങിയെടുത്തു. ഹലോ. അവൻ ക്ലാസ്സിൻ്റെ പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞു. ഹലോ ഏട്ടാ, ഒന്ന് വേഗം വിചിത്ര ഹോസ്പിറ്റലിലേക്ക് വരണം. അമ്മയ്ക്ക് തീരെ വയ്യ. അവൾ അത് പറഞ്ഞ് തീരും മുന്നേ അരവിന്ദ് സ്റ്റാഫ് റൂമിലേക്ക് ഓടി അവൻ്റെ ബാഗെടുത്ത് ഓഫീസിൽ ചെന്ന് ലീവ് എടുത്ത് ബൈക്കുമായി ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നതും അമ്മ ICUവിലാണെന്ന് അപര പറഞ്ഞു. അല്പസമയം അവൻ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്ന് കുറച്ച് മരുന്നുകൾ വാങ്ങാൻ പറഞ്ഞു. അതുപ്രകാരം അവൻ മരുന്നുകളെല്ലാം വാങ്ങി നൽകി. അല്പം കഴിഞ്ഞ് ഡോക്ടർ പുറത്തു വന്ന് മക്കളെ കാണാൻ അനുവാദം നൽകി. അരവിന്ദും അപരയും കൂടി അകത്തേക്ക് നടന്നു. ശ്വാസം ഉള്ളിലേക്ക് ശകുന്തളാമ്മ എടുക്കുന്നുണ്ട്. അവരെ കണ്ടതും അമ്മ അവർക്ക് നേരെ തിരിഞ്ഞു. മോനെ, നീ വന്നോ? എനിക്ക് നിന്നെ കാണാതെ ഈ ലോകത്ത് നിന്ന് പോവേണ്ടി വരുമെന്നാ കരുതിയത്. പോകുന്നതിന് മുന്നേ നിനക്കൊരു കുടുംബമായി കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോയാൽ നിനക്കിനി ആരും ഉണ്ടാവില്ല മോനെ. അരവിന്ദിൻ്റെ കൈ കൂട്ടിപ്പിടിച്ച് അവൻ്റെ അമ്മ അത്രയും പറഞ്ഞു തേങ്ങി. അമ്മ, അങ്ങനെയൊന്നും പറയാതെ. അമ്മയ്ക്കൊന്നും വരില്ല, അരവിന്ദ് പറഞ്ഞു. അല്പസമയം കഴിഞ്ഞതും ശ്വാസം കിട്ടാതെയായി. പക്ഷേ ആ അവസ്ഥയിലും അവർ അവനോട് ഒന്ന് മാത്രമേ ആവശ്യപ്പെട്ടത്. അമ്മാമ്മ പറഞ്ഞ പെൺകുട്ടിയെ കാണണമെന്ന് മാത്രം അവർ ആ വേളയിൽ പറഞ്ഞു. അവൻ ആ സമയം പോയി കാണാമെന്ന് അവർക്ക് വാക്കുകൊടുത്തു. അവന് വേറെ വഴികൾ മുന്നിലില്ലായിരുന്നു. ഡോക്ടേഴ്സ് എല്ലാം ഓടി വന്നു. അവരെ പുറത്തേക്കാക്കി. ജീവൻ തിരിച്ചു കിട്ടാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ ഡോക്ടർ അവരോട് പറഞ്ഞ് ഡോറടച്ചു. അപര നിന്ന് കരയുകയാണ്. ഒപ്പം അരവിന്ദും. അവന് അമ്മ എന്ന് വെച്ചാൽ ജീവൻ്റെ ജീവനാണ്. അച്ഛൻ മരിച്ചതിൽ പിന്നെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് 2 പേരെയും പഠിപ്പിച്ചതും വളർത്തിയതും. അമ്മ ഇതുവരെ പറഞ്ഞ ഒന്നിനും അവന് എതിർപ്പുണ്ടായിരുന്നില്ല, കല്യാണക്കാര്യം ഒഴികെ. ഡിഗ്രിയും TTCയും കഴിഞ്ഞ് 2 വർഷം പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്തു അരവിന്ദ്. അതിൻ്റെ കൂടെ തന്നെ അവൻ PSCയും പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പഠിത്തം കഴിഞ്ഞ് 3-ാം വർഷം അവന് സർക്കാർ ജോലി കിട്ടി. അമ്മയെയും അനുജത്തിയെയും നല്ല പോലെ നോക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് അവൻ്റെ അമ്മ കല്യാണാലോചനകൾ നോക്കാൻ തുടങ്ങിയതും വർഷയെ വിവാഹം കഴിക്കുകയും ചെയ്തത്. അമ്മയുടെ തീരുമാനമായിരുന്നു ആദ്യ വിവാഹം. കല്യാണം കഴിഞ്ഞു എന്നൊരു ബന്ധം മാത്രമേ വർഷയും അരവിന്ദും തമ്മിലുണ്ടായിരുന്നത്. പക്ഷേ ആരോടും അവൻ അതൊന്നും പങ്കുവച്ചിരുന്നില്ല. ഒരു ദിവസം എല്ലാം ശരിയാവും എന്ന ശുഭാപ്തി വിശ്വാസമായിരുന്നു അവനുണ്ടായിരുന്നത്. 7-ാം ദിവസം ഒരു കത്തെഴുതി വെച്ച് അവൾക്കിഷ്ടമുള്ള ആളുടെ കൂടെ അവൾ പോയി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ നാണം കെട്ട് അവൻ നിന്നു. അന്ന് ഉറപ്പിച്ചതായിരുന്നു ഇനി ജീവിതത്തിൽ ഒരു പെണ്ണില്ല എന്ന്. ഉടനെ ഒരു ഓപ്പറേഷൻ വേണം. 3 ലക്ഷം രൂപ കൗണ്ടറിൽ ചെന്ന് അടച്ചോളൂ.
പുറത്തേക്ക് നഴ്സ് വന്ന് അത്രയും പറഞ്ഞ് അകത്തേക്ക് തന്നെ പോയി. അരവിന്ദ് വേഗം ചെന്ന് ക്യാഷ് അടച്ചു. ഓപ്പറേഷൻ നടന്നു. ശകുന്തളാമ്മയുടെ ജീവൻ ആപത്തില്ലാതെ കിട്ടി. അമ്മയെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് പ്രകാരം അരവിന്ദ് അവരെ നല്ലപോലെ നോക്കി. 1 മാസം ലീവ് എടുത്ത് അവൻ അമ്മയെ പരിപാലിക്കാൻ തീരുമാനിച്ചു. ആശുപത്രിയിൽ ഒരാഴ്ച കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോവാൻ തയ്യാറായപ്പോഴാണ് അവൻ്റെ അമ്മാമ്മ, അതായത് അമ്മയുടെ ഏട്ടൻ, അങ്ങോട്ട് എത്തിയത്. "എങ്ങനെയുണ്ട് മോളെ ഇപ്പോൾ?" അയാൾ ശകുന്തളാമ്മയോട് ചോദിച്ചു. "കുഴപ്പമില്ല ഏട്ടാ," അവർ ഉത്തരം പറഞ്ഞു. "ഏട്ടാ, കുറച്ചു മുന്നേ ഏട്ടൻ പറഞ്ഞ കുട്ടിയില്ലേ, ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ?" "ഇല്ല, ആ കുട്ടി സമ്മതിക്കുന്നില്ല എന്നാ കേട്ടത്. അവളുടെ ഭർത്താവ് മരിച്ചതാ. ആ കുട്ടിയുടെ അച്ഛൻ എൻ്റെ കൂട്ടുകാരനാണ്. നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയാ. അവൾ അവൻ്റെ കൂടെ 3 വർഷം ജീവിച്ചു. പക്ഷെ കുഞ്ഞുങ്ങളില്ല. നല്ല കൂട്ടരാ. അവർ നമ്മളെപ്പോലെ സാമ്പത്തികമായി അത്ര മുന്നിലൊന്നുമല്ല. ആദ്യം ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ച് വിട്ടത് നല്ല തറവാടും പണവും സ്വത്തും ഉള്ള വീട്ടിലേക്കായിരുന്നു. ഞാൻ കൂടിയതാ ആ കല്യാണത്തിന്. ചെക്കൻ ബാങ്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പക്ഷെ ആ കുട്ടിയുടെ ഒരു യോഗേ. അവർ 2 പേരും സന്തോഷത്തോടെ കഴിഞ്ഞതല്ലേ 3 വർഷം. അപ്പോൾ പെട്ടെന്ന് അവനെ മറക്കാൻ കഴിയുന്നുണ്ടാവില്ല. എന്നിരുന്നാലും 3 മാസമായില്ലേ അവൻ മരിച്ചിട്ട്. ഇനിയിപ്പോൾ വേറെ കെട്ടിക്കണമെന്നാ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത്." അമ്മാമ്മ പറഞ്ഞു നിർത്തി. "നമുക്ക് അതൊന്നുകൂടെ ആലോചിച്ചാലോ?" ശകുന്തളാമ്മ പറഞ്ഞു. "അതിനെന്താ, ആലോചിക്കാം. പക്ഷേ അരവിന്ദ്, അവൻ സമ്മതിക്കോ?" അമ്മാമ്മ ഒന്ന് പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും അരവിന്ദ് ബില്ലെല്ലാം അടച്ച് റൂമിലേക്ക് കയറി വന്നു. "എടാ മോനെ, എന്നെ ഒന്ന് പിടിച്ചേ," ശകുന്തളാമ്മ പറഞ്ഞു. അവനത് കേട്ടപ്പോൾ പറഞ്ഞു, "അമ്മ കിടന്നാൽ മതി. ഡോക്ടർ നല്ലതുപോലെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്." അതും പറഞ്ഞ് അവൻ ബാത്റൂമിലേക്ക് നടന്നു. "ഏട്ടാ, നീ ഒന്ന് അവനോട് ആ കുട്ടിയുടെ കാര്യം പറയേ. എനിക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നെ." അവരുടെ ശബ്ദം ഇടറി. അപ്പോഴേക്കും അരവിന്ദ് വന്നു. "മോനെ, നിന്റെ അമ്മയുടെ സ്ഥിതി വളരെ മോശമാണ്. ഇനി ഇവളെ നോക്കാനും നിനക്കൊരു കൂട്ടിനും ഒരാൾ വേണം മോനെ. ഞാൻ പറഞ്ഞു വരുന്നത് നിന്റെ വിവാഹക്കാരിയാണ്," അയാൾ പറഞ്ഞു. അവൻ മൗനമായി നിന്നു. ശേഷം ശകുന്തളാമ്മ പറഞ്ഞു, "മോനെ, അമ്മാമ്മ പറഞ്ഞ കുട്ടി നല്ല കുട്ടിയാ. അതിൻ്റെ ഭർത്താവ് മരിച്ചിട്ട് വേറെ വിവാഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇരിക്കുകയാണത്രേ ആ കുട്ടി. അതിനിപ്പോഴും അയാളെ മറക്കാനായിട്ടുണ്ടാവില്ല. പക്ഷേ അവളുടെ അച്ഛൻ പറയുന്നത് അവൾ ആരുടെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കണമെന്നാ. ദേ നോക്ക് മോനെ, അതിന് കഴിഞ്ഞു പോയാൽ നല്ലൊരു ജീവിതമുണ്ട്. അത് ഇനി എൻ്റെ മോന് ആ കുട്ടിക്ക് കൊടുക്കാനാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അമ്മ പറയുന്നത് കേൾക്ക്." അതും പറഞ്ഞ് അവർ അവനെ ഒന്ന് നോക്കി. ആ സമയം ഡോക്ടർ അമ്മയ്ക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യവും പറയുകയും ചെയ്യുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ് അവൻ്റെ മനസ്സിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ എന്നും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. അവൻ അത് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. "എന്നാ ഏട്ടൻ ഇനി വൈകിപ്പിക്കേണ്ട, നാളെ തന്നെ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് സംസാരിക്ക്" എന്ന് ശകുന്തളാമ്മ പറഞ്ഞപ്പോൾ, "എങ്കിൽ അങ്ങനെ ആവട്ടെ" എന്നും പറഞ്ഞ് അമ്മാമ്മ ഇറങ്ങി. ഉച്ചതിരിഞ്ഞ് അവർ ആശുപത്രിയിൽ നിന്ന് പോയി. വീട്ടിലെത്തി ഫുഡെല്ലാം റെഡിയാക്കി അവൻ അമ്മയെ എഴുന്നേൽപ്പിച്ച് നടത്തി. പെട്ടെന്ന് കുഴഞ്ഞു വീണതാണ് അവർ. ഒരു കാൽ ചലനമില്ലാതെയായി. അതുകൊണ്ട് എന്നും തെറാപ്പിയും എഴുന്നേൽപ്പിച്ച് നടത്തലും ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞത് പ്രകാരമാണ് അവൻ നടത്തുന്നത്. എന്നും രാവിലെ തെറാപ്പിക്ക് കൊണ്ടുപോവണം അവരെ. അതുകൊണ്ട് അവൻ എന്നും രാവിലെ തുടർച്ചയായി തെറാപ്പിക്ക് കൊണ്ടുപോകും. ഒരു ദിവസം അമ്മാമ്മ ശകുന്തളാമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. "ഹലോ, എങ്ങനെയുണ്ട് നിനക്കിപ്പോൾ?" "കുഴപ്പമില്ല ഏട്ടാ, ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ നിന്നതാ. അപ്പോഴാ കാൽവേദന കൂടിയത്. ഞാനേ ആ കുട്ടിയുടെ കാര്യം പറയാനാ വിളിച്ചത്. അവളുടെ അച്ഛനുമായി ഞാൻ സംസാരിച്ചു. അവർ വന്ന് കണ്ടോളാനാണ് പറഞ്ഞത്. നീ അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്. അവൻ വന്ന് കണ്ടോട്ടെ." "ശരി ഏട്ടാ, ഞാൻ പറഞ്ഞു വിടാം." അതും പറഞ്ഞ് കുറച്ച് കുടുംബകാര്യങ്ങളും സംസാരിച്ച് അവർ ഫോൺ വെച്ചു. അരവിന്ദ് ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ ശകുന്തളാമ്മ പറഞ്ഞു, "മോനെ, അമ്മാമ്മ പറഞ്ഞ കുട്ടിയെ നീ ഒന്ന് പോയി കാണണം ഇന്ന്. അത് നിനക്കിഷ്ടമായാൽ പിന്നെ നമുക്കതങ്ങ് നടത്താം. ഈ കല്യാണം അമ്മ നിന്നെ നിർബന്ധിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ആ കുട്ടിയുടെ ആദ്യ ഭർത്താവ് മരിച്ചതാണ്. ആ കുട്ടിക്ക് ഇതുവരെ അതിൽ നിന്ന് മോശം കിട്ടിക്കാണില്ല. മരിച്ച ഭർത്താവിനെ മറക്കാനും. അതിനർത്ഥം ആ കുട്ടി നല്ലതുപോലെ സ്നേഹിച്ച് കാണും അവനെ. അതുപോലെ എൻ്റെ മോനെയും അവൾ സ്നേഹിക്കും എന്ന് ഈ അമ്മയ്ക്ക് ഉറപ്പുണ്ട്. നിൻ്റെ കഴിഞ്ഞിട്ട് വേണം അവരെ കെട്ടിച്ചു വിടാൻ." അതും പറഞ്ഞ് അമ്മ കണ്ണുനീർ തുടച്ചു മാറ്റി.
ഞാൻ പോയി കണ്ടോളാം. അമ്മ ഭക്ഷണം കഴിക്കിപ്പോൾ. അതും പറഞ്ഞ് അവൻ വായിലേക്ക് ചോറ് വാരിക്കൊടുത്തു. അവരത് കഴിക്കുകയും ചെയ്തു. ഉച്ചതിരിഞ്ഞ് അരവിന്ദും അപരയും അമ്മാമ്മയും കൂടെ കുട്ടിയെ കാണാൻ പോയി. ചെറിയ ഓടിട്ട വീട്. വീടിന് ചുറ്റും ചെടികളാണ്. കാറിൽ നിന്ന് എല്ലാവരും ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. വീടിൻ്റെ മുറ്റത്ത് തന്നെ അവളുടെ അച്ഛൻ രഘു ഉണ്ടായിരുന്നു. വരൂ വരൂ, അവരെ കണ്ടതും രഘു പറഞ്ഞു. എല്ലാവരും അകത്തേക്കിരുന്നു. ഇത് ചെറുക്കൻ അരവിന്ദ്, ഇത് അവൻ്റെ അനുജത്തി അപര. അമ്മാമ്മ അവരെ അയാൾക്ക് പരിചയപ്പെടുത്തി. എനിക്ക് 2 പെൺകുട്ടികളാണ് ഉള്ളത്. അവരുടെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു. പിന്നെ അവരെ പഠിപ്പിച്ചതും വളർത്തിയതും എല്ലാം ഞാനാണ്. ഇവള് ചെറുതാ, വലുതിനെ കെട്ടിച്ചു വിട്ടു. അവളും ഭർത്താവും മക്കളും ഒമാനിലാണ്. ഇനി ഇവളെയും ഒരു കൈ പിടിച്ചേൽപ്പിക്കണം. ഞാൻ പോയാൽ പിന്നെ ഇവൾക്ക് ആരും ഉണ്ടാവില്ല. അതാ എൻ്റെ കുട്ടിക്ക് ഇനി ഒരു കല്യാണത്തിന് ഇഷ്ടമില്ലാഞ്ഞിട്ടും ഞാൻ നിർബന്ധിച്ച് നടത്തുന്നത്. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറിയിരുന്നു. ഞാൻ ഓരോന്ന് പറഞ്ഞ് ഞാൻ അവളെ വിളിക്കാം. അകത്ത് കയറി ചെന്ന് രഘു അവളെ വിളിച്ചുകൊണ്ട് വന്നു. അവരുടെ മുന്നിൽ അവൾ തല താഴ്ത്തി നിന്നു. ഇതാ എൻ്റെ കുട്ടി മായ, രഘു പറഞ്ഞു. അമ്മാമ്മ അരവിന്ദിനോട് അവളെ നോക്കാൻ ആവശ്യപ്പെട്ടു. അവൻ ഒരു വേള അവളെ ഒന്ന് നോക്കി മിഴികൾ വെട്ടിച്ചു. മോളെ, ഇതാ പയ്യൻ എന്നും പറഞ്ഞ് രഘു അവളെ നോക്കി. അവളും അവനെ ഒന്ന് നോക്കി. രഘു ആണ് എല്ലാവർക്കും ചായ കൊടുത്തത്. അവൻ ചായ എടുത്ത് ഒരു മുറുക്ക് കുടിച്ചു. ശേഷം ഗ്ലാസ് മേശയുടെ അറ്റത്ത് വെച്ചു. അവർക്ക് എന്തെങ്കിലും ചോദിക്കാൻ കാണും എന്ന് അമ്മാമ്മ പറഞ്ഞപ്പോൾ ഒന്നുമില്ല എന്നും പറഞ്ഞ് അരവിന്ദ് സിറ്റ് ഔട്ടിൽ ചെന്നിരുന്നു. അപര മായയുടെ അടുത്ത് ചെന്നു. മായേച്ചി എത്ര വരെ പഠിച്ചു? +2. അവൾ പതിയെ പറഞ്ഞു. ചേച്ചിക്ക് ഒരു കുറവും ഞാനോ അമ്മയോ ഏട്ടനോ ആ വീട്ടിൽ വരുത്തില്ല. അവൾ അത് പറഞ്ഞപ്പോൾ മായ അവളെ ഒന്ന് ദയനീയമായി നോക്കി. ചേച്ചിയെ ഞങ്ങൾക്കിഷ്ടമായി. ചേട്ടൻ്റെ കാര്യം അറിയാലോ. അവളൊന്ന് നിർത്തി ശേഷം തുടർന്നു. ഞങ്ങൾ എന്തായാലും ഇത് നടത്താൻ തീരുമാനിച്ചു. ചേച്ചിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ? അതിനു മറുപടി എന്നോണം അവൾ അപരയെ നോക്കി ഒന്ന് ചിരിച്ചു. അങ്ങനെ അമ്മാമ്മ അപ്പോൾ തന്നെ ജാതകം കൈമാറി. ജാതകം നോക്കിയിട്ട് വിളിക്കാം എന്നും പറഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങി. അവർ പോയി കഴിഞ്ഞ് മായ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു, ഈ കല്യാണം മുടങ്ങണമേ എന്ന്. ഇനിയും എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് അവൾ വാ പൊത്തിക്കൊണ്ട് കരഞ്ഞു. ഇതേ സമയം അരവിന്ദിൻ്റെ വീട്ടിൽ ജാതകം നോക്കാൻ പോവുകയും 10ൽ 9 പൊരുത്തം ഉണ്ടെന്നറിഞ്ഞു. അരവിന്ദും ഈ വിവാഹം മുടങ്ങാൻ പ്രാർത്ഥിച്ചിരുന്നു. ജാതക പൊരുത്തം കണ്ടപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് സന്തോഷത്തിന് അതിരുകളുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് എന്നെ കല്യാണം നടത്തണം എന്നും പറഞ്ഞ് ശകുന്തളാമ്മ അവനെ ഒന്ന് നോക്കി. അവനൊന്നും പറയാതെ മുറിയിലേക്ക് പോയി. അമ്മാമ്മ അവരെ വിളിച്ച് ജാതക പൊരുത്തം അറിയിച്ചു. അവർക്കും എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തണമെന്ന് തന്നെയായിരുന്നു. അങ്ങനെ പിറ്റേ ആഴ്ച തന്നെ കല്യാണം നടത്താൻ തീരുമാനമായി. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ചെറിയൊരു ചടങ്ങ് മതിയെന്ന് തീരുമാനിച്ചു. മായയ്ക്കും അരവിന്ദിനും ഇനി ഒരു കല്യാണത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടുകാരുടെ നിർബന്ധം കാരണം 2 പേർക്കും രജിസ്റ്ററിൽ ഒപ്പുവെക്കേണ്ടി വന്നു. അരവിന്ദും അമ്മാമ്മയും അപരയും പിന്നെ അവൻ്റെ കുറച്ച് കൂട്ടുകാരും അടങ്ങുന്ന ചെറിയ ഒരു ചടങ്ങായിരുന്നു അവരുടെ കല്യാണം. മായ സിമ്പിളായ ഒരു പട്ടുസാരി, കുറച്ച് മുല്ലപ്പൂവും തലയിൽ ചൂടിയിട്ടുണ്ട്. കാതിലും കയ്യിലും സ്വർണം അണിഞ്ഞിട്ടുണ്ട്. അതായിരുന്നു അവളുടെ ഒരുക്കം. വിവാഹം കഴിഞ്ഞ് 2 പേർക്കും പോവാനുള്ള കാറ് വന്നു. അതിൽ കയറാൻ നേരം അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. ശേഷം കാറിൽ കയറിയിരുന്നു. അരവിന്ദിൻ്റെ വീടിൻ്റെ മുറ്റത്ത് കാർ വന്നു നിന്നു. അമ്മ ചെയറിൽ പുറത്തേക്ക് വന്നു. കൂടെ അമ്മായിയും കുറച്ച് വേണ്ടപ്പെട്ട ബന്ധുക്കളും. നിലവിളക്ക് വീൽചെയറിൽ ഇരുന്നു കൊണ്ട് ശകുന്തളാമ്മ മായയ്ക്ക് നീട്ടി. അവളത് വാങ്ങി വലത് കാല് വെച്ച് അകത്തേക്ക് കയറി. ബന്ധുക്കൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ തിരിച്ചും. എന്തോ ഒരു ഭയം അവളുടെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. ഭക്ഷണമെല്ലാം അവർ ഒരുമിച്ചിരുന്ന് കഴിച്ചു. വിവാഹത്തിന് കൂടിയ ബന്ധുക്കളെല്ലാം പതിയെ പിരിഞ്ഞുപോയി. അമ്മയും അപരയും അരവിന്ദും മായയും മാത്രമായി ആ വീട്ടിൽ. രാത്രി കുട്ടികളുടെ നോട്ട്സ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മായയെ അപര റൂമിലാക്കിയത്. കതക് തുറന്നു വരുന്ന അവളെ കണ്ടതും അരവിന്ദ് പുറത്തേക്ക് പോയി. അപര അവനെ ഒന്ന് നോക്കിയെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവൻ മുന്നോട്ട് നടന്നു നീങ്ങി. അവൻ ഉമ്മറത്ത് ചെന്നിരുന്നു. അവനെ അവിടെ കണ്ട അമ്മ ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് വീൽചെയർ ഉരുട്ടി വന്നു. മോനെ, നീ എന്താ ഇവിടെ? അവൾ മുറിയിലുണ്ടല്ലോ. ഒന്നുമില്ല
എനിക്കെന്തോ പോലെ. നാളെ മുതൽ ഞാൻ ജോലിക്ക് പോവും. ഇനി അമ്മയെ നോക്കാൻ അവളുണ്ടല്ലോ. അതും പറഞ്ഞ് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. നിൽക്ക്, ആരുമില്ല അതിന്. പാവം കുട്ടിയാ അത്. ആദ്യം വിവാഹം കഴിച്ച ആൾ മരിച്ചപ്പോൾ ജീവിതം തകർന്നു പോയിട്ടുണ്ടാവും. ഇനി അവളുടെ ജീവിതം നിൻ്റെ കയ്യിലാണ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി ഒരു പുതിയ ജീവിതമാണ് മുന്നിലുള്ളത്. അത് സന്തോഷത്തോടെ കഴിയാൻ നോക്ക്. പിന്നെ ഒരു കാര്യം, ആ കുട്ടി അതിൻ്റെ മുൻഭർത്താവ് മരിച്ചപ്പോൾ ഇനി ഒരു വിവാഹമേ വേണ്ട എന്നും പറഞ്ഞ് ആ വീട്ടിൽ ഒറ്റ ഇരിപ്പായിരുന്നു. അതിന് കാരണം അവനെ മറക്കാൻ ഇപ്പോഴും അവൾക്കായിട്ടുണ്ടാവില്ല എന്നാണ്. നീ വേണം പതിയെ അവളെ നീയുമായുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. നീയും പഴയതെല്ലാം മറന്ന് പുതിയ ജീവിതം തുടങ്ങണം. അതും പറഞ്ഞ് അവർ അകത്തേക്ക് നീങ്ങി. അവൻ വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി. ആൽത്തറയിൽ ചെന്ന് കുറച്ചു നേരം കിടന്നു. നിലാവ് പടർത്തിയ രാത്രിയെ നോക്കി അവൻ അങ്ങനെ കിടന്നു. ശരിയാ അമ്മ പറഞ്ഞത്. ഇതെൻ്റെ പുതിയ ജീവിതമാണ്. ഞാൻ എന്തിനിനിയും ജീവിതം പാഴാക്കണം? എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും ഇനിയൊരു പെണ്ണുണ്ട് വീട്ടിൽ എന്നവൻ ഓർത്തു. അവളെ ഇനി ഞാനായി വേദനിപ്പിക്കില്ല എന്നവൻ ഓർത്തു. അവൻ്റെ മനസ്സിലേക്ക് അവളുടെ മുഖം കടന്നു വന്നു. സുന്ദരിയാണ്, അവൻ ഒരു വേള പറഞ്ഞു. അന്നേരം അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. വേഗം വീട്ടിലേക്ക് വെച്ചു പിടിച്ചു. റൂമിൽ കയറിയതും അവൾ കിടക്കയുടെ ഒരു ഓരം പറ്റി കിടന്നുറങ്ങുകയായിരുന്നു. അവളുടെ ശരീരത്തിന് മുകളിൽ പുതപ്പ് വിരിച്ചിരുന്നു. അവൻ അവളോട് ചേർന്ന് കിടന്നു. അവൻ്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു. പെട്ടെന്ന് അവൾ അവനെ തട്ടി മാറ്റി എഴുന്നേറ്റ് നിന്ന് അവനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി. അവളുടെ മുഖഭാവം കണ്ട് അവൻ എന്തോ പോലെ തോന്നി. ഞാൻ സോറിയടോ. അറിയാതെ അപ്പോഴേക്കും അവൾ കരയാൻ തുടങ്ങിയിരുന്നു. താൻ കരയല്ലേ പ്ലീസ്. താൻ ഇവിടെ കിടന്നോളൂ, ഞാൻ താഴെ കിടന്നോളാം എന്നും പറഞ്ഞ് അവൻ താഴെ കിടന്നു. അവനാകെ വല്ലായ്മ തോന്നി. ഞാൻ എന്ത് വിഡിത്താണ് ചെയ്തത്? അവളുടെ മനസ്സിൽ ഇപ്പോഴും അയാളായിരിക്കും. പതിയെ പതിയെ എല്ലാം ശരിയാവുമായിരിക്കും എന്നെല്ലാം ചിന്തിച്ച് അവൻ കിടന്നു. എപ്പോഴോ ഉറക്കം അവനെ കീഴ്പ്പെടുത്തിയിരുന്നു. അവളും ഉറക്കത്തെ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. നേരം 6 അരവിന്ദ് എഴുന്നേറ്റത്. എഴുന്നേറ്റ പാടെ അവൻ അവളെ കിടക്കയിൽ നോക്കി. പക്ഷേ അവൾ അവിടെ ഒന്നും കണ്ടില്ല. അവൻ ബാത്റൂമിലേക്ക് പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും ആവി പറക്കുന്ന ചായ റൂമിലെ മേശയുടെ മുകളിൽ അവൾ കൊണ്ടുവച്ചിരിക്കുന്നത് അവൻ കണ്ടു. അവൻ അത് എടുത്തു കുടിച്ചു. അവൻ്റെ രീതിയിലുള്ള നല്ല കടുപ്പമുള്ള ചായ തന്നെയായിരുന്നു അത്. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി പടർന്നു. അയൺ ചെയ്യാനായി ഒരു ഷർട്ടും പാൻറ്റും എടുത്ത് അവൻ നടന്നു. അവിടെ അവൻ്റെ ഷർട്ടും പാൻറ്റും തേച്ച് വെച്ചിരിക്കുന്നത് അവൻ കണ്ടു. അപ്പോഴും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നിരുന്നു. അവൻ അടുക്കള ലക്ഷ്യമിട്ട് നടന്നു. കുളിയെല്ലാം കഴിഞ്ഞ് തോർത്ത് തലയിൽ ചുറ്റി ഒരു ഇളം മഞ്ഞ സാരിയും അണിഞ്ഞ് അപരയുടെ കൂടെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന മായയാണ് അവൻ കണ്ടത്. അപര, എനിക്കിന്ന് ജോലിക്ക് പോകണം, ഉച്ചത്തേക്കുള്ളത് വേണം എന്നും പറഞ്ഞ് അവൻ മായയെ ഒന്ന് നോക്കി അവിടെ നിന്ന് കടന്നുപോയി. അവൻ്റെ അടുത്തേക്ക് അപര വന്നുകൊണ്ട് പറഞ്ഞു, ഏട്ടാ ഇന്ന് ഇങ്ങോട്ട് വരുമോ അതോ? അവൾ ചോദിച്ചു നിർത്തി. ഇല്ല എന്നവൻ ഒന്ന് മൂളിക്കൊണ്ട് നടന്നു. അപര അടുക്കളയിലേക്ക് തിരിച്ചു വന്ന് പണികൾ എടുക്കുന്നതിനിടയിൽ മായ അപരയോട് ചോദിച്ചു, ഏട്ടൻ അപ്പോൾ ഇവിടെയല്ലേ നിൽക്കാറ്? അല്ല, ഏട്ടൻ്റെ സ്കൂളിൻ്റെ അടുത്ത് ഒരു വീടുണ്ട്, അവിടെ വാടകയ്ക്കാ. ഇവിടേക്ക് ആഴ്ചയിൽ വന്നാലായി. അതും പറഞ്ഞ് അപര ജോലികൾ തുടർന്നു. അവളുടെ കൂടെ മായയും കൂടി. 7 മണിയോടെ പത്രം വന്നു. അവൻ അതെടുത്ത് ഉമ്മറത്ത് പോയി പത്രം വായിച്ചു. എന്തോ കുറവ് അവന് തോന്നി. അതെ, പത്രത്തിൻ്റെ കൂടെ ഒരു ചായ വേണം. എങ്ങനെ ചോദിക്കും അവളോട് ഒരു ചായ എന്ന് മനസ്സിൽ ഓർത്തിരുന്നപ്പോഴാണ് മായ ചായ അവന് നേരെ നീട്ടുന്നത്. ഇവളിതെങ്ങനെ എന്ന മുഖഭാവത്തോടെ അവൻ ചായ വാങ്ങി. ഒരു മുഖഭാവവും അവളുടെ മുഖത്തവൻ കണ്ടില്ല. പത്രം വായന കഴിഞ്ഞ് അവൻ ഡ്രസ്സ് മാറാൻ മുറിയിലേക്ക് പോയപ്പോഴാണ് മായയും അപരയുമായുള്ള സംഭാഷണം അവൻ കേട്ടത്. അപര, ഏട്ടൻ്റെ ഷൂ പോളിഷ് ചെയ്യണോ? ഇനി എന്തൊക്കെയാണ് ഏട്ടൻ്റെ ശീലങ്ങൾ? മായ ചോദിച്ചതും അവരൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഷൂ പോളിഷ് ചെയ്യുന്നത് ഏട്ടൻ തന്നെയാണ്. അത് സ്വയം ചെയ്യാനാണ് ഏട്ടന് ഇഷ്ടം. അതും പറഞ്ഞ് അവൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ മുഴുകി. മായ മുറ്റം അടിച്ചു വാരി വരാമെന്നും പറഞ്ഞ് തിരിഞ്ഞത് അരവിന്ദൻ്റെ മുഖത്തേക്കായിരുന്നു. അത് ശരി, ഇവളോട് ചോദിച്ചാണല്ലേ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നവൻ ഓർത്തു.
മായ അവനെ ഒന്ന് നോക്കി മുന്നോട്ട് നടന്നു നീങ്ങി. റൂമിൽ ചെന്ന് വസ്ത്രമെല്ലാം മാറി അവൻ താഴേക്ക് വന്നു. ഭക്ഷണം ഓരോന്നായി അവളും അപരയും മേശയുടെ മുകളിലേക്ക് വെക്കുന്നുണ്ട്. അവൻ ചെന്നിരുന്നു. അവന് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് മായ അപ്പുറത്തേക്ക് പോയി. അമ്മ എവിടെ? അവൻ ചോദിച്ചു. ഏട്ടൻ കഴിച്ചോളൂ. ഏട്ടത്തി അമ്മയ്ക്കുള്ള ഭക്ഷണമായി അമ്മയുടെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. അതും പറഞ്ഞ് അപര കഴിക്കാനിരുന്നു. അവൾ കഴിച്ചോ? അരവിന്ദ അപരയോട് ചോദിച്ചു. ഇല്ല, അമ്മയ്ക്ക് കൊടുത്തിട്ട് കഴിക്കാമെന്നു പറഞ്ഞു. എന്നോടും ഏട്ടനോടും കഴിക്കാൻ പറഞ്ഞു. അത് കേട്ടതും അവൻ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റു. ശേഷം അമ്മയുടെ മുറി ലക്ഷ്യമിട്ട് നടന്നു. അവിടെ എത്തിയപ്പോൾ അമ്മയ്ക്ക് പ്രാതൽ വാരിക്കൊടുക്കുകയാണ് മായ. അവനെ കണ്ടതും അവൾ എഴുന്നേറ്റ് നിന്നു. ശേഷം നിന്നുകൊണ്ട് അവൾ അവർക്ക് വാരിക്കൊടുത്തു. ഇരിക്കടോ, അവൻ അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ ഇരുന്നു. അവൻ അപ്പുറത്തായും ഇരുന്നു. അവളെ തന്നെ അവൻ നോക്കി നിന്നു. നല്ല സുന്ദരിയാണ് അവൻ ഓർത്തു. അവൾ ആ അമ്മയ്ക്ക് വാരി കൊടുക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്. ഭക്ഷണമെല്ലാം കൊടുത്ത് അമ്മയുടെ വായ കഴുകി കൊടുത്ത് അവൾ പുറത്തേക്ക് നടന്നു. അവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് മരുന്നെടുത്തു കൊടുത്തു. അപ്പോഴേക്കും മരുന്ന് കുടിക്കാനുള്ള വെള്ളവുമായി മായ വന്നു. ഇനി ഞാൻ കുടിച്ചോളാം. മരുന്ന് നീ ചെന്ന് പ്രാതൽ കഴിക്കുമോളെ. മായയെ നോക്കി അവരത് പറഞ്ഞതും ശരിയെന്നും പറഞ്ഞ് അവൾ പുറത്തേക്കിറങ്ങി. കൂടെ അരവിന്ദും. അവൾ കൈ കഴുകി വന്നിരുന്നപ്പോഴേക്കും അവൻ അവൾക്കും അവനുമുള്ള ഭക്ഷണം പ്ലേറ്റിൽ വിളമ്പി വെച്ചിരുന്നു. അത് കണ്ടപ്പോൾ ഒന്ന് മൗനമായി അവൾ അവനെ ഒന്ന് നോക്കി. ശേഷം കഴിക്കിറങ്ങി. ഇന്ന് പോയാൽ ഞാൻ അടുത്ത ആഴ്ചയെ വരൂ. വരുമ്പോൾ തനിക്കെന്തെങ്കിലും വേണോ? അവൻ അവളോടായി ചോദിച്ചു. എനിക്കൊന്നും വേണ്ട എന്ന മട്ടിൽ അവളൊന്ന് തലകുലുക്കി. കൈയെല്ലാം കഴുകി അരവിന്ദ് ബൈക്കിൽ കയറാൻ നേരം അവളെ ഒന്ന് നോക്കി. അവൾ തിരിച്ചും. അവൻ്റെ മിഴികളിൽ ചെറുതായി ഒരു നനവ് പടർന്നു. സ്കൂളിലെത്തിയിട്ടും എന്തോ അവൻ്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞിരുന്നു. ഒരുപക്ഷെ അവളെ സ്വന്തമാക്കിയതിലുള്ള സന്തോഷമാകും. ജോലിയെല്ലാം കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് തിരിച്ചു. ചായ കുടിക്കാൻ സ്ഥിരമായി കയറാറുള്ള കുട്ടപ്പൻ ചേട്ടൻ്റെ കടയിൽ കയറി. എന്നും അവിടെ നിന്ന് ചായ കുടിച്ചിട്ടും മായയുടെ ചായയ്ക്ക് മുന്നിൽ അയാളുടെ ചായയ്ക്ക് വിലയില്ലാതെയായി. അവളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ചായ കുടിച്ച് പണവും കൊടുത്ത് അവൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തി. എന്തോ അവളെ അവന് വല്ലാതെ മിസ് ചെയ്യുന്നത് പോലെ അവന് തോന്നി. അടുത്ത ആഴ്ച വേഗം വന്നെങ്കിൽ എന്നവൻ മനസ്സിലോർത്തു. പിറ്റേ ദിവസം രാവിലെ അവൻ എഴുന്നേറ്റ് ജോലികളെല്ലാം ചെയ്തു പോവാനുള്ള അവൻ്റെ ഡ്രസ്സ് തേക്കാൻ തുടങ്ങിയപ്പോൾ ഇന്നലെ അവൾ തേച്ച് തന്ന കാര്യം അവൻ്റെ മനസ്സിലേക്ക് കടന്നു ചെന്നു. വീട്ടിലേക്ക് ഇന്ന് പോയാലോ? അവളെ ഒന്ന് കാണാൻ കൊതിയാവുന്നു. അതെല്ലാം ചിന്തിച്ച് തേച്ചപ്പോഴാണ് അപരയുടെ കോൾ അവന് വരുന്നത്. ചേട്ടാ, ഇന്ന് ഇങ്ങോട്ട് വരണട്ടോ. ഏട്ടത്തിയുടെ വീട്ടിലേക്ക് നാളെ സൽക്കാരത്തിന് പോകണം. ഒരു മുഖവുരയും കൂടാതെ അവൾ പറഞ്ഞു. ആ ശരി, നോക്കാം എന്നും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. പക്ഷേ അവൻ്റെ ഹൃദയം വീട്ടിലേക്ക് പോവാൻ അവസരം കിട്ടിയ സന്തോഷത്തിലായിരുന്നു. അന്ന് സ്കൂളിലേക്ക് നല്ല സന്തോഷത്തിലാണ് അവൻ പോയത്. ക്ലാസ്സിൽ എഴുതാതെ വന്ന കുട്ടികളെ അവൻ പണിഷ്മെൻ്റ് ഒന്നും കൊടുക്കാതെ വിട്ടു. വാസ്തവത്തിൽ എഴുതാതെ വന്ന കുട്ടികളെ അവൻ ഒരിക്കൽ പോലും പണിഷ്മെൻ്റ് കൊടുക്കാതെ വിട്ടിരുന്നില്ല. 4 മണിയോടെ സ്കൂൾ വിട്ടു. അവൻ്റെ ഉള്ളിൽ അവളെ കാണാൻ വെമ്പൽ കൊണ്ടു. ഒടുക്കം അവൻ വീട്ടിലെത്തി. റൂമിലേക്കാണ് അവൻ ആദ്യം ചെന്നത്. അവളെ അവിടമാകെ തപ്പിയെങ്കിലും അവിടെ ഒന്നും അവളെ ഉണ്ടായിരുന്നില്ല. അവൻ നേരെ കുളിക്കാൻ കയറി ഫ്രഷായി താഴേക്ക് ചെന്നു. മേശയുടെ മുകളിൽ മായ അവനുള്ള ചൂട് പഴംപൊരിയും ചായയും എടുത്തു വെച്ചിരിക്കുന്നത് അവൻ കണ്ടു. അവൾ അവനെ ഒന്ന് നോക്കി. അവൻ തിരിച്ചും. അവൾ അടുക്കളയിലേക്ക് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവൻ അവളെ വിളിച്ചു. എടോ, അമ്മ കഴിച്ചോ? ഉവ്വ്. അപര? ഉവ്വ്. താനോ? അവൻ പതുങ്ങനെ ചോദിച്ചു. ഇല്ല എന്നവൾ പറഞ്ഞതും എങ്കി വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്നും പറഞ്ഞ് അവൻ അവളെ ക്ഷണിച്ചു. അവൾ അവനെ തിരിഞ്ഞു നിന്ന് നോക്കി വേണ്ട എന്നും പറഞ്ഞു പോയി. അവനത് വല്ലാതെ വിഷമമായി. പക്ഷേ അവൻ അത് മറച്ചു വെച്ചു. നേരം രാത്രിയിലേക്കടുത്തു. അവളെ കൺകുളിർക്കെ കണ്ട സന്തോഷം അവനിൽ ആവോളം നിറഞ്ഞു നിന്നിരുന്നു. നേരം 9 എല്ലാ ജോലികളും തീർത്ത് അവൾ മുറിയിലേക്ക് വന്നു. അവളെ കണ്ടതും അവൻ്റെ മിഴികൾ വിടർന്നു. മായ നേരെ ചെന്ന് ഒരു തലയണയും പുതപ്പും എടുത്ത് താഴെ കിടന്നു. അതവനെ തെല്ല് വേദനിപ്പിച്ചെങ്കിലും അവൻ അതൊന്നും നോക്കാതെ അവളോടായി പറഞ്ഞു. താൻ ഇവിടെ കിടക്കണ്ട, കട്ടിലിൽ കിടക്കുന്നോളൂ, ഞാൻ നിലത്ത് കിടന്നോളാം. അവൾ അത് കേട്ടതായി ഭാവിക്കാതെ നിലത്ത് കിടന്നു. എടോ, താൻ ഇവിടെ കിടന്നോ, ഞാൻ അവിടെ കിടന്നോളാം എന്നും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നെ വിട്,
അതും പറഞ്ഞ് അവൾ അവനിൽ നിന്ന് കുതറി മാറി. എടോ താനിവിടെ കിടന്നോ, ആ പുതപ്പ് ഇങ്ങ് തന്നേ എന്നും പറഞ്ഞ് അവൻ ബലമായി പുതപ്പ് വാങ്ങി. ശേഷം അവൻ നിലത്ത് കിടന്നു. വേറെ വഴികളില്ലാത്തതുകൊണ്ട് അവൾ കട്ടിലിൽ ചെന്ന് കിടന്നു. പിറ്റേ ദിവസം സ്കൂളിൽ പോകാനില്ലാത്തതുകൊണ്ട് അവൻ കുറച്ച് നേരം വൈകിയാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റപ്പോൾ കട്ടിലിൽ അവൾ ഉണ്ടായിരുന്നില്ല. ഒന്ന് ഫ്രഷായ ശേഷം അവൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു. ഉച്ചത്തേക്കാണ് അങ്ങോട്ട് എത്താൻ പറഞ്ഞിരിക്കുന്നത് എന്നമ്മ അവനെ കണ്ടതും പറഞ്ഞു. ആ ശരി അമ്മ എന്നും പറഞ്ഞ് അവൻ ഉമ്മറത്തേക്ക് നടന്നു. ബൈക്കിൽ കയറി കവല വരെ ഒന്ന് പോയി. അപ്പോഴേക്കും മായ വീട്ടിലെ ജോലികളെല്ലാം എടുത്ത് തീർക്കുന്ന തിരക്കിലായിരുന്നു. അവൻ തിരിച്ചെത്തിയപ്പോഴേക്കും അവൾ കുളിക്കാനായി കയറിയിരുന്നു. അവനും കുളിക്കാൻ കയറി. നീല നിറമുള്ള ചുരിദാറിൽ ചുവപ്പ് പൂക്കളുള്ള ടോപ്പും പാൻറ്റും ഷാളും ധരിച്ച് മായ റെഡിയായി. ആ വേഷത്തിൽ അവളുടെ മുഖഭംഗി ഒന്നുകൂടെ കൂടിയതായി എല്ലാവർക്കും തോന്നി. രണ്ടുപേരും അമ്മയോടും അപരയോടും യാത്ര പറഞ്ഞിറങ്ങി. കാറിലായിരുന്നു അവർ പോയത്. പരസ്പരം ഒന്നും സംസാരിക്കാതെ അവർ യാത്ര തുടർന്നു. ഒരു ബേക്കറിയുടെ അടുത്തെത്തിയതും അവൻ വണ്ടി ഒതുക്കി നിർത്തി. അച്ഛന് എന്താ ഇഷ്ടം? അവൻ ചോദിച്ചു. അവൾ ഒന്ന് അവനെ ഇഷ്ടത്തോടെ നോക്കി. ശേഷം പറഞ്ഞു, ഉണ്ണിയപ്പം, അച്ചയപ്പം, ലഡു അതൊക്കെ ഇഷ്ടാണ്. അവളൊന്ന് പുഞ്ചിരി തൂകി പറഞ്ഞു. അവൻ അതെല്ലാം ബേക്കറിയിൽ പോയി വാങ്ങി. വീണ്ടും യാത്ര തുടർന്നു. അപ്പോഴും രണ്ടുപേരുടെയും ഇടയിൽ മൗനം മാത്രം ബാക്കിയായി. അവർ വരുന്നത് കണ്ടതും മായയുടെ അച്ഛൻ ഉമ്മറത്തേക്ക് ഓടി വന്നു. അച്ഛാ എന്നും വിളിച്ച് അവൾ കാറിൽ നിന്നിറങ്ങി അച്ഛനെ കെട്ടിപ്പിടിച്ചു. അവർ കൊണ്ടുവന്ന പലഹാരങ്ങളെല്ലാം അകത്തെത്തിയതും അവൾ അച്ഛന് കൊടുത്തു. അല്പനേരം അച്ഛനും അരവിന്ദും സംസാരിച്ചിരുന്നു. ഉച്ചയാവാനായപ്പോൾ അമ്മു എല്ലാം മേശയിൽ വിളമ്പി വെച്ച് അവരെ ആഹാരം കഴിക്കാൻ ക്ഷണിച്ചു. എല്ലാവരും കൈയെല്ലാം കഴുകി കഴിക്കാനിരുന്നു. എല്ലാം ഹോട്ടൽ ഭക്ഷണമാണ്. എനിക്കിതൊന്നും വെക്കാൻ അറിയില്ല. പിന്നെ അറിയാലോ, ഞാൻ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. അത്രയും പറഞ്ഞ് അയാൾ അരവിന്ദിനെ നോക്കി. അവൻ ഒന്ന് പുഞ്ചിരിച്ചു. അന്ന് രാത്രി അവർ അച്ഛൻ്റെ നിർബന്ധപ്രകാരം അവിടെ താമസിച്ചു. അല്പസമയം അച്ഛനും അരവിന്ദും സംസാരിച്ചിരുന്നു. ശേഷം കിടക്കാനായി ചെന്നു. അന്നും അവൾ നിലത്ത് തന്നെയായിരുന്നു കിടന്നത്. അവൻ മൗനമായി ചെന്നുകൊണ്ട് അവളോട് പറഞ്ഞു, എടോ എനിക്ക് അല്പം വെള്ളം വേണം. അത് കേട്ടതും അവൾ നിലത്ത് നിന്ന് എഴുന്നേറ്റ് അവന് വെള്ളം കൊണ്ടുവരാൻ അടുക്കളയിലേക്ക് പോയി. അവൾ തിരിച്ചു വന്നപ്പോൾ അവൻ നിലത്തായിരുന്നു കിടന്നിരുന്നത്. അവൾ വെള്ളം മേശപ്പുറത്ത് വെച്ച് അവനോടായി പറഞ്ഞു, ഞാൻ കിടന്നോളാം അവിടെ. പക്ഷേ വേണ്ട എന്നു മാത്രം പറഞ്ഞുകൊണ്ട് അവൻ അവിടെ തന്നെ തുടർന്നു. മെല്ലെ അവൾ കട്ടിലിൽ പോയി കിടന്നു. നേരം പതിയെ വെളുത്തു തുടങ്ങി. കുളിയെല്ലാം കഴിഞ്ഞ് അച്ഛനെ ബോധിപ്പിക്കാൻ എന്നവണ്ണം അവനെ ചെന്ന് വിളിച്ചു. അപ്പോഴേക്കും നേരം 6:30 അടുത്തിരുന്നു. മെല്ലെ അവൻ എഴുന്നേറ്റു. ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നമുക്ക് പോയാലോ? ഒന്ന് കുളിച്ച് ഫ്രഷായി ചായ കുടിച്ചിട്ട് പോകാം എന്നും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. അവൻ ചെന്ന് കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും ആഹാരമെല്ലാം അവൾ ടേബിളിൽ കൊണ്ടുവച്ചിരുന്നു. അച്ഛനും മായയും അരവിന്ദും കൂടെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നേരം 10 അടുത്തിരുന്നു. അങ്ങനെ അച്ഛനോട് യാത്ര പറഞ്ഞ് അവർ തിരിച്ചു. ദിശയില്ലാതെ ഒഴുകുന്ന തോണി പോലെ അവരുടെ കാർ മുന്നോട്ട് നീങ്ങി. വീട്ടിലേക്ക് പോകാനുള്ള വഴിയിലൂടെ അല്ല അവൻ കാർ ഓടിക്കുന്നത്. എങ്ങോട്ടാ പോകുന്നത്? അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അതിനുത്തരം മൗനം മാത്രമായിരുന്നു. വീണ്ടും അവൾ ചോദിക്കാൻ തുനിഞ്ഞതും കാർ ഒരു ബീച്ചിലെത്തിയിരുന്നു. അവൻ കാറിൽ നിന്നിറങ്ങി. കൂടെ അവളും. നമുക്ക് പോകാം. അവൻ കേട്ടതായി ഭാവിച്ചില്ല. അവൻ നേരെ നടന്ന് 2 ഐസ്ക്രീം വാങ്ങി. ഒന്ന് അവൾക്ക് കൊടുത്തു. ഐസ്ക്രീമിൻ്റെ മധുരം രണ്ടുപേരും നുണഞ്ഞു. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ അവളുടെ കൈ കോർത്തു പിടിച്ചു. തൊട്ടുപോകരുത് എന്നെ പറഞ്ഞ് അവൻ്റെ കൈകൾ അവൾ തട്ടി മാറ്റിക്കൊണ്ട് കാറിൽ കയറിയിരുന്നു. മറുത്തൊന്നും പറയാൻ നിൽക്കാതെ അവൻ കാറിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്ത് വീട് ലക്ഷ്യമാക്കി അവൻ ഓടിച്ചു. അന്ന് രാത്രി അവളോട് അവൻ ഒന്നും പറയാനോ ചോദിക്കാനോ അവൻ മുതിർന്നില്ല. അവൾ തിരിച്ചും. ദിവസങ്ങൾ അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നു. ആഴ്ചയിൽ അവൻ വീട്ടിലേക്ക് വരും. അവന് വീട്ടിൽ തന്നെ നിൽക്കാനാണ് ഇഷ്ടമെങ്കിലും അവൾക്ക് താനൊരു ബുദ്ധിമുട്ടാവുമെന്നോർത്ത് അവൻ ആഴ്ചയിൽ മാത്രം വീട്ടിലേക്ക് വരും. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസം തികഞ്ഞുവെങ്കിലും അവൾ അവനോട് അടുക്കാൻ കൂട്ടാക്കിയില്ല. അതവനിൽ മനോവിഷമമുണ്ടാക്കി. ആദ്യ ഭർത്താവ് അവളുടെ മനസ്സിൽ നല്ലതുപോലെ ഇടം പിടിച്ചിട്ടുണ്ട്. അവിടെ തനിക്കൊരു സ്ഥാനവും അവൾ നൽകിയില്ല എന്ന്
എന്ന് മനസ്സിലാക്കിയ അരവിന്ദ് ഡൈവോഴ്സ് എന്ന തീരുമാനമെടുത്തു. ഒരു വെള്ളിയാഴ്ച ദിവസം അവൻ വീട്ടിലേക്ക് അവളോട് ഇക്കാര്യം പറയാനും ലീവായതുകൊണ്ട് വീട്ടിൽ നിൽക്കാനുമായി വന്നു. ആദ്യം ഡൈവോഴ്സിൻ്റെ കാര്യം അവളോട് പറയാം, എന്നിട്ട് ശേഷം വീട്ടുകാരോട് പറയാമെന്നവൻ തീരുമാനിച്ചു. എല്ലാം കഴിഞ്ഞവൻ റൂമിലെത്തി. അല്പം കഴിഞ്ഞതും അവളും വന്നു. അവൾ നേരെ നിലത്ത് കിടക്കാനായി ചെന്നു. മായേ, നമ്മൾ ഒരിക്കലും ചേരാൻ പാടില്ലാത്തവരായിരുന്നു. പക്ഷെ അത് സംഭവിച്ചു. തൻ്റെ ആദ്യ ഭർത്താവിൻ്റെ സ്ഥാനത്ത് എനിക്കൊരിക്കലും എത്തിപ്പെടാൻ സാധിക്കില്ല എന്ന് തീർച്ചയായി. ഇനി ഡൈവേഴ്സ് തനിക്ക് ഒരാശ്വാസമാകുമെങ്കിൽ ഞാൻ അത് നൽകാനും തയ്യാറാണ്. എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അതും പറഞ്ഞ് അവൻ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ നേരം അവളുടെ പൊട്ടിക്കരച്ചിലാണ് അവൻ കേട്ടത്. അവൻ വേഗം അവളുടെ അടുത്ത് വന്നിരുന്നു. എന്തു പറ്റി? അവൻ ചോദിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെങ്കിലും പറഞ്ഞോളൂ. നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെ എൻ്റെ ആദ്യ വിവാഹം നല്ലതൊന്നും തന്നെ ആയിരുന്നില്ല. അയാളൊരു സൈക്കോ ആയിരുന്നു. എല്ലാവരുടെയും മുന്നിൽ അയാൾ നല്ല പിള്ള ചമയും. പിന്നെ രാത്രിയിൽ എന്നെ ഒരുപാട് മർദ്ദിക്കും. ഞാൻ ഒരിക്കലും അയാൾക്കൊരു ഭാര്യയായിരുന്നില്ല. അയാളുടെ തെമ്മാടിത്തരം കാണിക്കാനുള്ളൊരു കളിപ്പാവ് മാത്രമായിരുന്നു ഞാൻ. അയാളിൽ നിന്ന് ഒരിക്കൽ പോലും എനിക്ക് സ്നേഹവും പരിചരണവും ലഭിച്ചിട്ടില്ല. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഞാൻ എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജകുമാരിയായിരുന്നു. പക്ഷേ രാത്രിയുടെ ഇരുട്ടിൽ അയാൾ എന്നെ നല്ലതുപോലെ ഉപദ്രവിക്കുന്നത് ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല, എൻ്റെ അച്ഛൻ പോലും. 3 വർഷം ഞാൻ അയാളുടെ തടവിലായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അയാളിൽ നിന്ന് ഒരു മോചനത്തിന് വേണ്ടി. അങ്ങനെ നിൽക്കുമ്പോഴാണ് അയാൾ ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ മോചിതയായത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അരവിന്ദേട്ടൻ്റെ വിവാഹാലോചന എനിക്ക് വരുന്നത്. എനിക്ക് സത്യത്തിൽ പേടിയായിരുന്നു മറ്റൊരു വിവാഹത്തിന്. ഏട്ടനോട് അടുക്കാനും എനിക്ക് ഭയമായിരുന്നു. അയാളെയായിരുന്നു ഞാൻ ഏട്ടനിൽ കണ്ടത്. പക്ഷേ എൻ്റെ ഏട്ടൻ്റെ സ്വഭാവം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഞാൻ സത്യത്തിൽ ഏട്ടൻ്റെ സ്നേഹം ആസ്വദിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് അവൾ വാപൊത്തി കരഞ്ഞു. അവളെ തന്നോട് ചേർത്ത് അവൻ ആശ്വസിപ്പിച്ചു. അന്ന് രാത്രി അവർ രണ്ടുപേരും കട്ടിലിൽ കിടന്നു. അവൻ്റെ നെഞ്ചിലെ ചൂട് അവൾ മതിവരുവോളം ആസ്വദിച്ചു. അവളെ അവൻ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അവിടെ മുതൽ പടുത്തു തുടങ്ങിയിരുന്നു അവരുടെ കുഞ്ഞു സ്വർഗം. അന്നു മുതൽ അവർ നല്ല ഭാര്യയും ഭർത്താവുമായി മുന്നോട്ട് പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ കുഞ്ഞു സ്വർഗത്തിലേക്ക് ഒരു കുഞ്ഞ് വരാൻ പോകുന്നു എന്ന സന്തോഷം അവരുടെ ജീവിതത്തിൽ കൂടുതൽ മധുരം പകർന്നു. കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് അവർ രണ്ടുപേരും ഇപ്പോൾ. രണ്ടുപേർക്കും നഷ്ടമായ സ്നേഹം വാരിക്കൂട്ടി ഇനി അവർ ജീവിക്കട്ടെ, സന്തോഷത്തോടെയും സമാധാനത്തോടെയും.